ഗായ്സ് അപ്പോൾ ഇതാ ഇന്ന് പൂരം കഴിഞ്ഞിട്ട് കുറേ ആയെങ്കിലും പൂരത്തിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാനൊരു തട്ടിക്കൂട്ട് വ്ളോഗാണ് എന്നെ ഉള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ്ടുള്ള ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. പിന്നെ കുറേ പൊട്ടത്തരങ്ങളും കാര്യങ്ങളും ഉണ്ടാകും, ഇപ്പോൾ തന്നെ പറയുകയാണ്. അപ്പോൾ മൊത്തമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സെറ്റ്. ഗായ്സ്, ഈ അമ്പലത്തിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വലിയൊരു അമ്പലം. അതായത് കുറേ ദേവികളുണ്ട്, കുറേ ദേവന്മാരുണ്ട്, അങ്ങനെ കുറേ എന്താ പറയുക, വേറൊരു വൈബ്, നല്ല അടിപൊളി. ഞാൻ ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഇങ്ങനെ കൈ പിടിച്ച് ചേച്ചീൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക എന്നുള്ളത്. അതും അമ്പലത്തിലൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണല്ലോ. ഈ ഒരു അമ്പലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആംബിയൻസ് ആട്ടോ. ഇവിടെയുള്ള എല്ലാതും കാണാനും ഇതാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു ഈ ഒരു അമ്പലം. അതെന്താ ഞാനും ചേർട്ട് കെട്ടിണ്ട്. ഷീ ഈസ് മൈ എവറിത്തിങ്, വൺ ആൻഡ് ഓൺലി ലവ്. ഗൈസ്, അവിടെ അടിപൊളി പരിപാടി നടക്കുമ്പോൾ നമ്മളിവിടെ ചളിയും പറഞ്ഞ് അപ്പോൾ 4 ആൾക്കാരെ കുറ്റം പറഞ്ഞ അമ്പലത്തിൽ നിൽക്കാം. നമുക്ക് കുറച്ചു നേരം പോയി പരിപാടി കാണാം. അവന്യ ആടാ നമുക്ക് ആ പാപ്പാനോട് ചോദിച്ചു നോക്കാം. ഞാൻ പോയി തൊട്ടിട്ടില്ല. ഫ്ലാഷ് അടിച്ചോണ്ട് പോണെങ്കിൽ ഗായ്സ്, പൊട്ടിത്തെറി അവന് ആനനെ തൊടാൻ പോകുന്നു. ആനേനെ തൊട്ട കൈ നോക്കുക. ഈ 2 കൈകൾ ആനേനെ തൊട്ട്. നമ്മൾ ജയിച്ചു. എന്താ സുമേഷ്? അതിനകത്ത് പേരൊന്നുമില്ല. ഞാനവിടെ ചെങ്ങായി എന്നൊക്കെ വിളിക്കും. ചെങ്ങായി എന്താണ് സുമേഷ് കൊണ്ടേ ഒന്ന് ചീച്ചു മുളിച്ചിട്ട് വരട്ടെ. ഓക്കെ, മോനെ കൊണ്ടുപോയി ചേച്ചി വിളിച്ചിട്ട് വരൂ. അമ്മ കയറില്ലേ? അമ്മ അമ്മ നടക്കൂ. എൻ്റെ ലൈഫിൽ എപ്പോഴും പ്രിയപ്പെട്ടൊരു മൊമെൻ്റ് ആയിരിക്കും എൻ്റെ മാമൻ്റെ വീട്ടിൽ പോകുകയെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഷിനോനെ കാണാൻ വേണ്ടി അടിപൊളി വൈബായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പൂരം വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.